ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഓക്കെ, നമ്മൾ 5, 6 ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഓഡ് നമ്പർ ടെക്സ്റ്റേ മാറിയിട്ടുള്ളൂ. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈവൻ നമ്പർ ടെക്സ്റ്റും മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പഴയതും പുതിയതും പഠിച്ചു തന്നെ പോകണം. കുറച്ച് പോയിന്റുകളൊക്കെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഉള്ള നല്ല മാറ്റങ്ങളും ഉണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്തിൻ്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്? ഇതാണ് ഹഗിയ സോഫിയ. എന്താണ് ഹഗിയ സോഫിയ? ഇവിടെ തന്നേക്കുന്ന കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം എവിടെയാണ്? ഏഷ്യ വൻകരയ്ക്കും യൂറോപ്പ് വൻകരയ്ക്കും ഇടയിലായാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് തുർക്കിയുടെ ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ഇപ്പോഴെങ്ങനെ അറിയപ്പെടുന്ന ഇസ്താംബുൾ ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ? വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. ഓക്കെ, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം എങ്ങോട്ടാ പോയത്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയത്? നോക്കിക്കേ, പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഓക്കെ, ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേരാൻ പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. ഇനിയാണ് നവോത്ഥാനം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ലത്തീൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഏതൊക്കെ ഭാഷകളാണ് വന്നത്? ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യത്തെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഉണർവാണ് നവോത്ഥാനം. അടുത്ത് നോക്കിക്കേ, നവോത്ഥാനം സാഹിത്യത്തിൽ. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നു. പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? സീക്രട്ടം. ഓക്കെ, ഇവിടെ അദ്ദേഹത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഓക്കെ,
നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരും അവരുടെ വർക്കുകൾ കൊടുത്തേക്കുന്നേ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാന്തെ, ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ, ഡക്കാമറൻ കഥകൾ, സെർവാന്തെ, ഡോൺ കിക്സോട്ട്, ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഹോളി. ഓക്കെ, അടുത്ത നോക്കിക്കേ, നവോത്ഥാനം കലയിൽ. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം എന്തായിരുന്നു? ചിത്രകലയിലായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ. മൊണാലിസ, അവസാനത്തെ അത്താഴം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ. നവോത്ഥാന കാലത്തെ പ്രധാന ചിത്രകാരന്മാരുടെയും അവരുടെ സൃഷ്ടികളെയുമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ മൊണാലിസയെ കാണിച്ചിട്ടുണ്ട്, അവസാനത്തെ അത്താഴവും കാണിച്ചിട്ടുണ്ട്, ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. മൊണാലിസ നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ. മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത് നോക്കിക്കേ, മൈക്കലാഞ്ചലോ, അന്ത്യവിധി, റാഫേൽ, ഏഥൻസിലെ വിദ്യാലയം. ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികളുണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ലോറൻസോ ഗിബർട്ടി ഫ്ലോറൻസിലെ ബാപ്പിസ് പള്ളിയുടെ വാതിലാണ് കാണിച്ചേക്കുന്നത്. ഡൊണാറ്റലോ ഗട്ടാമെലീത്ത. ഇനിയും നവോത്ഥാനം ശാസ്ത്രത്തിൽ. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന ധാരണയിലായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. ഇവിടെ ഗുട്ടൻബർഗിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, ഗുട്ടൻബർഗിന്റെ അച്ചടിയന്ത്രവും കാണിച്ചിട്ടുണ്ട്, ഗലീലിയോയുടെ ടെലസ്കോപ്പും കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അച്ചടിയുടെ കഥ. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗ് ആണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഗുട്ടൻബർഗിന്റെ അച്ചടി സാങ്കേതികവിദ്യ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. വിജ്ഞാനത്തിന്റെ വ്യാപനത്തിന് അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. അടുത്ത് നോക്കിക്കേ, മതനവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ഇവിടെ മാർട്ടിൻ ലൂതറിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, സമുദ്രമാർഗങ്ങൾ തേടി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നാം മനസ്സിലാക്കി. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യമാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. വടക്കുനോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താൽപ്പര്യവും പുതിയ സഞ്ചാരമാർഗവും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. അടുത്തത് വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ
മാറ്റങ്ങളുണ്ടായി. നോക്കിക്കേ, ഇവിടെ വ്യവസായിക വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളാണ് സ്പിന്നിങ് ജെന്നിയും ആവിയന്ത്രവും. ആവിയന്ത്രം എന്തിനാണ്? ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്പിന്നിങ് ജെന്നി വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരെയും കൊടുത്തിട്ടുണ്ട്. ഫ്ലൈയിങ് ഷട്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതും വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. സ്പിന്നിങ് ജെന്നിയും വസ്ത്രനിർമ്മാണത്തിനാണ്. ആവിയന്ത്രവും ലോക്കോമോട്ടീവും എന്തിനു വേണ്ടിയിട്ടാണ്? ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ ഗെയ് ആണ് കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടുപിടിച്ചത്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഓക്കെ, നോക്കിക്കേ, ക്രോഡീകരണമാണേ. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. മാനവികത നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി. കടൽ വഴിയുള്ള കച്ചവട പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുകയും ചെയ്തു. വ്യവസായ വിപ്ലവം ഉൽപാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.